ഇന്നത്തെ ഈ ദിവസം നമ്മുടെ കേരളക്കരയിൽ പുതിയ ഒരു ചരിത്രം എഴുതപ്പെടുന്ന ഒരു ദിവസം. നമുക്കറിയാം, ലോകം മുഴുവൻ ലഹരിയാകുന്ന വലിയ ഒരു വിപത്തിന്റെ പേരിൽ പ്രയാസപ്പെടുന്ന ഒരു അവസ്ഥയാണ്. എത്രയോ വീടുകൾ, എത്രയോ കുടുംബങ്ങൾ, എത്രയോ നാടുകൾ ഇതിന്റെ പേരിൽ വലിയ പ്രയാസത്തിലാണ്. ഇങ്ങനെയുള്ള ഈ ഒരു സന്ദർഭത്തിൽ നമ്മുടെ മഹത്തുക്കളായ ഉലമാക്കളുടെ, പണ്ഡിതന്മാരുടെ ഒരു ദീർഘ വീക്ഷണം നമ്മുടെ സമസ്തയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന 10,992 മദ്രസകൾ ഒരേ സമയത്ത് 12 ലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥികളെ ഒരുമിച്ച് കൂട്ടി ലഹരിക്കെതിരായിട്ടുള്ള ഒരു സമരം എന്ന് പറയാം. നമ്മുടെ മക്കൾക്ക് ലഹരിയെക്കുറിച്ചുള്ള ഒരു ബോധവൽക്കരണയും അതുപോലെ ലഹരിക്കെതിരായിട്ടുള്ള ഒരു പ്രതിജ്ഞയും ചെയ്യിപ്പിക്കുന്ന, മക്കളെ കൊണ്ട് അതിന് സപ്പോർട്ടാകുന്ന രൂപത്തിലുള്ള സിഗ്നേച്ചർ സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് ഇന്ന് നമ്മുടെ സമസ്തയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന എല്ലാ മദ്രസകളിലും കൃത്യമായി ഒരേ സമയം 7:30 മണിക്ക് എല്ലാ മഹല്ലുകളിലും നടക്കുക. വളരെ ശ്ലാഘനീയമായ ഒരു വിഷയമാണ്. ഇന്നത്തെ കാലത്ത് ചിന്തിച്ചാൽ നമുക്കറിയാം, കഴിഞ്ഞ ആഴ്ചയിൽ നമുക്കിനി നോക്കിയതാണ്. കാരണം അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത ചരിത്രം എഴുതിയ ഒരു ഗ്രന്ഥം, വലിയൊരു ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥത്തിന്റെ ഉള്ളറയിൽ, അതിന്റെ ഉള്ളിൽ ലഹരി പാക്ക് ചെയ്തുകൊണ്ട് ഗൾഫ് രാഷ്ട്രത്തിലേക്ക് പാർസൽ ചെയ്യുന്നതിന്റെ ഇടയിൽ പിടിക്കപ്പെട്ട ഒരു സംഭവം. എന്തൊരു വിപത്താണ്. അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രം, അവിടുത്തെ ജീവിതം എന്താണ് എന്ന് പഠിപ്പിക്കുന്ന ഒരുപാട് ഗ്രന്ഥങ്ങൾ അത് ഗൾഫിലേക്ക് പാർസൽ ചെയ്യാണ്. അതിന്റെ ഇടയിൽ പോലും ലഹരി ഒലിപ്പിച്ച് നമ്മുടെ നാട്ടിൽ നിന്ന് ലഹരി കടത്തുന്ന ഒരു ഭീകരമായ, ഒരു ധിക്കാരികളായ സംഘത്തെ പിടികൂടിയ ഒരു വാർത്ത കേട്ടപ്പോ ഏതൊരു കൽവിൽ ഈമാനുള്ള മുമ്പിനും നെട്ടിപ്പോയൊരു വിഷയമാണ്. എങ്ങനെയെങ്കിലും ചെയ്തിട്ട് പൈസ ആക്കാനുള്ള പരിപാടി. അതിന് ഉപയോഗിച്ചത് അതിമായ തങ്ങളെ പിടിക്കപ്പെടൂല, കിതാബല്ലേ, ഗ്രന്ഥമല്ലേ, റസൂലുള്ളാഹി തങ്ങളുടെ ചരിത്രമല്ലേ, അത് കണ്ടാ പിടിക്കപ്പെടൂല എന്ന ഒരു ആ ഉറച്ച വിശ്വാസത്തിന്റെ ഇടയിൽ എത്ര ചെറുപ്പക്കാരെ കത്തിലേക്ക് പാർസലയക്കുമ്പോ അല്ലെ, അള്ളാഹു ചെയ്ത വലിയ അനുഗ്രഹം കൊണ്ട് മനസ്സിൽ എന്തൊരു മാറ്റം വന്ന അത് അവർ കൊടുത്ത പാർസൽ പൊട്ടിച്ചു നോക്കുമ്പോ അതിന്റെ ഉള്ളിൽ ലഹരികൾ, കഞ്ചാവുകൾ, മയക്കുമരുന്നുകൾ, ടാബ്ലറ്റുകൾ. അല്ലെ, പിടിക്കപ്പെട്ടാലോ അവിടെ പോയിട്ട് എയർപോർട്ടിലോ മറ്റോ പിടിക്കപ്പെട്ടാൽ കാലങ്ങളോളം ജയിലിൽ കഴിയേണ്ടി വരുന്ന ഒരവസ്ഥ ഇന്നും കഴിയുന്ന ആളുകളുണ്ട്. അല്ലെ, ഉപകാരം ചെയ്യാൻ വേണ്ടിട്ട് പോയതാ, പിടിക്കപ്പെട്ടപ്പോ നിരപരാധികളായ എത്രയോ ആളുകൾ ഇന്നും ജയിലിൽ കഴിയുകയാണ്. എന്റെ കാരണം ലഹരിയാണ്. നാട് മുഴുവനും ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആണുങ്ങളും പെണ്ണുങ്ങളും. ഇനിയിപ്പോ സ്കൂൾ തുടങ്ങാനുള്ള സമയമായി. സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനികളെ പോലും ഇതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മാഫിയ നമ്മുടെ നാട് മുഴുവനും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനെതിരെ നമ്മുടെ മക്കളുടെ, ആ ചെറിയ മക്കളുടെ കൽവിൽ ഇന്ന് തന്നെ അതിനെതിരായിട്ടുള്ള ഒരു ബോധവൽക്കരണം. എന്താണ് ലഹരി, അതുകൊണ്ടുണ്ടാകുന്ന വിപത്ത് എന്താണ്, അതുകൊണ്ടുണ്ടാകുന്ന നഷ്ടങ്ങൾ എന്താണ് എന്ന് നമ്മുടെ മക്കളുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുക്കുന്ന ഒരു ബോധവൽക്കരണം എല്ലാ മദ്രസകളിലും നടക്കുകയാണ്. എല്ലാ മദ്രസകളിലും മാഷാ അല്ലാഹ് ചെറിയ വയസ്സിൽ തന്നെ അത് മനസ്സിലാക്കി ചിലപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മുടെ മക്കൾ ഒഴിഞ്ഞിരിക്കുന്ന ഒരവസ്ഥ വന്നാൽ ഇന്നത്തെ ഈ പരിപാടി കൊണ്ട് വളരെ വിജയമാണ്. അതൊക്കെയും ചിന്തിച്ചിട്ടാണ് നമ്മുടെ മഹാന്മാരായ ആലിമീങ്ങൾ ഇങ്ങനെയുള്ള ഒരു പദ്ധതിക്ക് വേണ്ടി തയ്യാറായത്. ഒറ്റ സമയത്ത് 10 ലക്ഷം വിദ്യാർത്ഥികളെ കൊണ്ട് ഒപ്പ് സംഗ്രഹിക്കുന്ന ഒരു പരിപാടിയാണ്. മക്കളെ കൊണ്ട് പ്രതിജ്ഞ ചെയ്യിക്കുന്ന, അത് മദ്രസയിൽ മാത്രമല്ല. ഞാൻ വിചാരിക്കുന്നത് ഇതിനിടയ്ക്ക് കർണാടക ഭാഗത്തെ ഒരു പള്ളിയിൽ ജുമാ കഴിഞ്ഞ ഉടനെ മഹല്ല് നിവാസികളായ മുഴുവൻ ആളുകളെയും നിർത്തിയിട്ട് ലഹരിക്കെതിരായിട്ടുള്ള ഒരു പ്രതിജ്ഞ ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു. അത് ചെയ്യേണ്ടതാണ്. മക്കളെ കൊണ്ട് മാത്രമല്ല, നമ്മുടെ മഹല്ല് കമ്മിറ്റികൾ, നാട്ടുകാരായ നാട്ടിലുള്ള മുഴുവൻ യുവാക്കളെയും മുഅ്മിനീങ്ങളെയും ഒരുമിച്ച് കൂട്ടിയിട്ട് ഇങ്ങനെയുള്ള ഒരു പ്രവൃത്തി നടത്തേണ്ടതാണ്. കാരണം ഏതെങ്കിലും ഒരാൾ, രണ്ടാൾ മാത്രം ഇതിനെ ചേർത്ത് നിർത്താൻ
അതിനെ ദൂരത്താക്കാൻ വേണ്ടി തീരുമാനിച്ചാൽ ഒരിക്കലും അത് നടക്കൂല. എല്ലാവരും സംഘടിക്കണം. ഇതിന്റെ പേര് എല്ലാ മോമിനിയങ്ങളും നാട്ടുകാർ മുഴുവനും ഇങ്ങനെയുള്ള വലിയ ഒരു ആ വിപത്തിനെതിരായി ശ്രദ്ധിച്ചാൽ മാത്രമാണ് ഈ മുസീബത്ത് നമ്മുടെ നാട്ടിൽ നിന്ന് എടുത്തു മാറ്റാൻ നമുക്ക് കഴിയാം. എത്ര ആളുകളുണ്ട്, എത്ര ഉപ്പമാരുണ്ട്, എത്ര ഉമ്മമാരുണ്ട്. മക്കളെ പഠിപ്പിച്ച് നല്ല രൂപത്തിൽ അവരെ ഉഷാറാക്കണമെന്ന് കരുതി ലക്ഷങ്ങൾ മുടക്കി, കോടികൾ മുടക്കി വിദ്യാഭ്യാസത്തിന്റെ വഴിയിൽ ഇറക്കിയ മക്കൾ ലഹരിക്കടിമപ്പെട്ടപ്പോൾ സുബ്ഹാനല്ലാഹ് കുടുംബത്തിനും നാടിനും വിപത്തായി മാറി. അവരുടെ ബുദ്ധിയുടെ സമനില തെറ്റിപ്പോയി. അവരുടെ ഉപ്പമാരുടെ സമ്പത്ത് മുഴുവനും ലക്ഷക്കണക്കിലുള്ള സമ്പത്തുകൾ ഈ ലഹരിക്ക് വേണ്ടിയിട്ട് അവർ ചെലവഴിച്ചു. ഇന്ന് ഒരു ദിവസം പോലും ആ ലഹരിയില്ലാതെ അവർക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. ഒരു ദിവസം പോലും അതിന്റെ പേരിൽ ഓരോ ദിവസത്തിന് ചെലവഴിക്കുന്നത് 10,000-ങ്ങളാണ്. എത്ര കൊടുത്തിട്ടാണെങ്കിലും. അതുകൊണ്ടല്ലേ നാം ഈ അടുത്ത കാലത്തൊക്കെയും ഉമ്മാനെ വെട്ടി, ഉപ്പാനെ വെട്ടി എന്താ പറയുന്നത്? കാരണം പൈസ കൊടുക്കാത്തതിന്റെ പേരിലാണ്. ലഹരി ഉപയോഗിക്കാനുള്ള പൈസ കൊടുക്കാത്തതിന്റെ പേരിൽ കുറെ ദൂരം നടത്തിയിരുന്ന വിപത്ത് മുഴുവനും ഈ ഒരു മാസമാകുമ്പോ നമ്മുടെ കാസർഗോഡ് ജില്ലയുടെ ഉപ്പളം ഭാഗത്ത് പോലും ഉമ്മാനെ വളരെ ക്രൂരമായി വെട്ടിയിട്ട് സുബ്ഹാനല്ലാഹ് ഗുരുതരാവസ്ഥയിൽ ഉമ്മ ഇന്നും കഴിയുകയാണ്. ഇതിന്റെ കാരണം ലഹരിയാണ്. ആരാ? ഏതെങ്കിലും അയൽവാസി ഒന്ന് വെട്ടിയതല്ല, സ്വന്തം വീട്ടിലുള്ള മകനാണ്. അപ്പോ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മുടെ ആ മക്കളുടെ ഹൃദയത്തിൽ അതിന്റെ വിപത്ത് എന്താണെന്ന് മനസ്സിലാക്കി കൊടുത്താൽ ചിലപ്പോൾ നമ്മുടെ മക്കൾ ആ ഒരു അവസ്ഥയിൽ നിന്ന് പിന്മാറുന്ന ഒരവസ്ഥ, ഒരു ചുറ്റുപാടുണ്ടാകും. നമ്മുടെ മക്കളെല്ലാവും സലാമത്താക്കുമാറാകട്ടെ. കരുതുവാനും എത്ര സൂക്ഷിച്ചാലും മതിയാവൂല. പണ്ടൊക്കെയും ഒരു വാഹനത്തിന് മുമ്പ് ആരെങ്കിലും അവരോട് ഡ്രോപ്പ് ചോദിച്ചാൽ, കൈ കാണിച്ച് ചോദിച്ചാൽ അവരെ നിർത്തിയിട്ട് കൊണ്ടുപോകാം എന്ന മനസ്സായിരുന്നു. ഇത് ആരെ കണ്ടാലും നിർത്തരുതെന്നാണ് മനസ്സിൽ വരുന്നത്. ഞങ്ങളെന്താ ഓൻ എന്താണെന്ന് നമുക്കറിയില്ല. ഓന്റെ കയ്യിൽ എന്നിട്ട് ചിലപ്പോൾ അതിന്റെ ഇടയിൽ പിടിക്കപ്പെട്ടാൽ സുബ്ഹാനല്ലാഹ് ഓനും അതേ അടുത്ത് ആ വാഹനം ഓടിച്ച ആളുകളും ചിലപ്പോൾ ഉള്ളിൽ കിടക്കേണ്ടി വരും. കാരണം ആരാണെന്ന് പണ്ടത്തെ നാടെന്ന് പറഞ്ഞാല് ഒരു നാട്ടിൽ ഒരു കള്ളുകുടിയാനുണ്ടായാലും എല്ലാവർക്കും പറയും കള്ളുകുടിയാനാണ്, അതാ പറയും കുടിയാനുണ്ട്. കാരണം ഒരു നാട്ടില് എണ്ണപ്പെട്ട ആളുകൾ ഒരു 4-5 ആളുകളുണ്ടാവും കുടിയന്മാർ. അവർ കുടിയന്മാരിൽ എല്ലാവരും കണക്കാക്കിയിട്ടുണ്ടാവും. ഇന്നങ്ങനെയല്ല, വഞ്ചനയുടെ കാലം. ആരാണ് ലഹരിയുടെ ആള്, ആരാണ് നല്ലവൻ? കാരണം അതിന് സ്മെല്ലില്ല, ദുർഗന്ധമില്ല. ഒരു കണ്ടുപിടിച്ചാലുണ്ടാവുന്ന ആ മാറ്റങ്ങൾ ശ്രദ്ധിക്കാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ വിളിച്ചു പറയാലോ അതൊന്നും ഇല്ല. പിന്നെ ഇതൊരു പിരാന്താണ്. അൽജുനൂന് ഫുനൂൻ എന്ന് പറയുന്നത് പോലെ ലഹരി എന്ന് പറഞ്ഞാൽ അതൊരു പിരാന്താണ്. അത് ഒരു പറയുന്ന ഉപയോഗിച്ച ആളുകളുടെ അനുഭവങ്ങൾ പറയുന്ന ഒരു ദിവസം അത് ഉപയോഗിച്ചാൽ പിന്നെ പിറ്റേ ദിവസം അതേ സമയമാകുമ്പോ അത് കിട്ടിയില്ലെങ്കിൽ ആരവണം. ആ പിരാന്ത് വിളിച്ചു പറയുന്നല്ല, എന്ത് ചെയ്യാനും അവർ മടിക്കൂല. അങ്ങനെ അത്രയും വലിയ ഒരു വിപത്ത് പിടിച്ച ആരെയാണ് ഇന്നത്തെ കാലത്ത്? ആരാണ് അത് ഉപയോഗിക്കുന്ന ആള്, ആരാണ് ഉപയോഗിക്കാത്ത ആള് പറയാൻ പറ്റൂല. ഇതിനിടയിൽ വലിയ വലിയ പ്രവൃത്തി, വലിയ മുതലാളിമാർ, വലിയ കാര്യപ്പെട്ട അറിയപ്പെട്ട ആളുകൾ അവർ ഇതിന്റെ ബിസിനസ് നടത്തി പൈസ ഉണ്ടാക്കാറ്. പക്ഷേ വഴിതെറ്റി പോകുന്നതും നഷ്ടപ്പെട്ടു പോകുന്നതും പാവങ്ങളായ ഉമ്മമാർക്കുള്ള മക്കളാണ്. പാവങ്ങളായ ഉപ്പമാർക്കുള്ള മക്കളാണ്. അപ്പൊ അതിനെതിരെ നിവാസികൾ ആയ ഓരോരുത്തരും മദ്രസയിൽ മാത്രം ചെയ്യേണ്ട പരിപാടിയല്ല. ഓരോ മഹല്ലുകൾ, ഓരോ ചെറുപ്പക്കാർ, ഓരോ പ്രായമുള്ള ആളുകൾ ഉപ്പമാർക്കെയും സംഘടിപ്പിച്ച് ഈ രൂപത്തിൽ അതിനെതിരായിട്ടുള്ള ഒരു ബോധവൽക്കരണം കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമായ ഒരു കാലത്ത് അൽഹംദുലില്ലാഹ് നമ്മുടെ മക്കൾക്കുള്ള ഹൃദയത്തിലും ഇന്നും നമ്മുടെ മദ്രസയിൽ കൃത്യമായി 7:30 മണിക്ക് അതിന്റെ അസംബ്ലി നടക്കുന്നുണ്ട്. മക്കളെ കൊണ്ട് പ്രതിജ്ഞ ചെയ്യിക്കും. മക്കൾക്ക് അതിനെ കുറിച്ചുള്ള ബോധവൽക്കരണം നടത്തും. അതുപോലെ മുതിർന്ന മക്കളെ കൊണ്ട് ഞാൻ എന്റെ ജീവിതത്തിൽ ഒരിക്കലും പോലും മദ്രസയുടെ മുന്നിൽ പരിശുദ്ധമായ ഖുർആൻ ഓതുന്ന, ഖുർആൻ സാക്ഷി നിർത്തിയിട്ട് നമ്മുടെ മക്കൾ ഞാൻ ജീവിതത്തിൽ ഒരിക്കലും ഈ ലഹരി ഉപയോഗിക്കൂല എന്ന ഒരു ഉറച്ച വിശ്വാസത്തോടെ ഒരു ഒപ്പിടുന്ന പരിപാടി. അതോട് ചിലപ്പോ മാറ്റം ഉണ്ടായേക്കാം. കാരണം
മഹാന്മാരായ ആലിമീങ്ങളുടെ ഒരു ദീർഘവീക്ഷണമാണ്. അള്ളാഹു പരിപാടികൾ ഒക്കെ വിജയിപ്പിക്കട്ടെ. നമ്മുടെ നാട് പടച്ചവനെ ഖിയാമത്ത് നാട് വരെ ലഹരിക്ക് അടിമപ്പെടാത്ത മക്കളുള്ള നാടുകളായി, ചെറുപ്പക്കാരുടെ നാടായി പടച്ചവനെ നമ്മുടെ നാടിനെ ആക്കിത്തരണേ അല്ലാഹ്. ആരെങ്കിലും നാം അറിയാതെ, നാട്ടുകാരറിയാതെ നമ്മുടെ നാടിന് മോശത്തരമുണ്ടാക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നവരാണെങ്കിൽ പടച്ചവനെ അവരുടെ കൽവിലേക്ക് നീ മാറ്റം കൊടുക്കണേ അല്ലാഹ്. ഹിദായത്തിന്റെ വെളിച്ചം കൊടുക്കണേ അല്ലാഹ്. നിന്റെ പരിശുദ്ധമായ ഖുർആൻ കല്ലിനെതിരെ ആയത്തിറക്കിയപ്പോ മദീനയുടെ തെരുവുകളിലൂടെ, മക്കയുടെ തെരുവുകളിലൂടെ കല്ലിന്റെ പുഴ തന്നെ ഒലിച്ചുപോയി. കാരണം സ്വഹാബത്തിന് വന്ന മനസ്സിന്റെ മാറ്റമാണെങ്കിൽ അതുപോലെ ഇന്നും നീ ഞങ്ങളോടൊപ്പമാണ്. നമ്മുടെ മനസ്സിന്റെ മാറ്റമുണ്ടാക്കാൻ നീ കഴിവുള്ളവനാണ്. അവിടെ നമ്മുടെ ചെറുപ്പക്കാർ അതുപോലെ ലഹരിക്ക് അടിമപ്പെട്ടവരുടെ മനസ്സിന് നീ മാറ്റം കൊടുക്കണേ റഹ്മാൻ, മാറ്റം കൊടുക്കണേ അല്ലാഹ്. ഈമാനിന്റെ വെളിച്ചം നൽകണേ അല്ലാഹ്, ഹിദായത്തിന്റെ വെളിച്ചം നൽകണേ അല്ലാഹ്. ചെയ്യാത്ത തെറ്റിന് എത്രയോ ആളുകൾ, നാട്ടുകാരായ മുഅ്മിനീങ്ങൾ ഗൾഫിൽ പടച്ചവനെ ഇന്ന് അദാബ് അനുഭവിക്കുകയാണല്ലോ, ജയിൽ ശിക്ഷ അനുഭവിക്കുകയാണോ? അവര് പാവങ്ങളാണ്, തെറ്റ് ചെയ്തിട്ടില്ല. മറ്റൊരാൾക്ക് കൊടം ചെയ്യാൻ വേണ്ടി പോയപ്പോ പടച്ചവനെ അറിയാതെ കുടുങ്ങിപ്പോയ പാവങ്ങൾ നീ സലാമത്താക്കണേ അല്ലോ. അവർക്ക് നീ ജയിൽമോചനം നൽകണേ അല്ലോ. എത്രയോ അറിയുന്ന ഉപ്പമാര് തന്നെ പടച്ചവനെ അടുത്ത് എത്രയോ 6 കൊല്ലങ്ങളായി മകന് ഖത്തറിലോ എവിടെയോ ജയിലിലാണ്. ഉപ്പ എപ്പോഴും കണ്ടാൽ പറയും, സാറേ മോന് വേണ്ടി ദ്വാരക്കണം. ഒരു കുറ്റം ചെയ്തിട്ടില്ല, മറ്റൊരാള് വാഹനത്തിൽ ഡ്രോപ്പ് ചെയ്തതാണ്. അതിന്റെ പിടിക്കപ്പെട്ടപ്പോ സുബ്ഹാനല്ലാഹ് സഹായിക്കാൻ വേണ്ടി ഒരുങ്ങി ആളുടെ കയ്യിൽ ലഹരി പിടിച്ചപ്പോ മോന് ജയിലിലായി. ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞു സുബ്ഹാനല്ലാഹ് റമദാനിന്റെ 2 മാസം മുമ്പ് ആ ഉപ്പ മരിച്ചുപോയി. ഇന്നും മോന് ജയിലിലാണ്. അങ്ങനെ എത്ര ഉമ്മമാര് സങ്കടം അനുഭവിക്കുന്നു. നീ സലാമത്ത് നൽകണേ അല്ലാഹ്, നീ സലാമത്ത് നൽകണേ അല്ലാഹ്. നമ്മുടെ മക്കളെ നീ കാക്കണേ അല്ലാഹ്, ഞങ്ങളെയും കാക്കണേ അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും മക്കളെ കൊണ്ട് നിശ്ചത്തും മക്കളെ കൊണ്ട് കണ്ണ് കുളിർമയാകുന്ന ഒരു ചുറ്റുപാടും നീ നിലനിർത്തി തരണേ റഹ്മാനെ. മരിച്ചുപോയ നമ്മുടെ എല്ലാ കുടുംബങ്ങൾക്കും, നാട്ടുകാർ, സ്നേഹിതന്മാർ, സാധന്മാർ എല്ലാവർക്കും നീ മഗ്ഫിറത്ത് നൽകുന്നു, മഗ്ഫിറത്ത് നൽകണേ റബ്ബേ. പടച്ചവനെ ഹജ്ജിന് വേണ്ടി പോയവർ, പോകാൻ വേണ്ടി ഒരുങ്ങുന്നവർ എല്ലാ ഹാജിമാർക്കും ആഫിയത്ത് നീ നിലനിർത്തണേ അല്ലാഹ്. അവർ ചെയ്യുന്ന അമലുകൾ നീ പൊരുത്തപ്പെടുന്ന അമലുകളായി നീ സ്വീകരിക്കണേ റബ്ബേ. ബിഹഖി സയ്യിദിനാ മുഹമ്മദി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പടച്ചവനെ ചെറിയൊരു കുട്ടിയടക്കം സുഖമില്ലാത്തതിന്റെ പേരിൽ ഹോസ്പിറ്റലിൽ കഴിയുന്ന പടച്ചവനെ, അങ്ങനെ എത്രയോ രോഗികളുണ്ട്, വലിയവർ, ചെറിയവർ, പ്രായമുള്ളവർ, ചെറുപ്പക്കാർ, യുവതികൾ. അല്ലാഹുവേ ശിഫ നൽകണേ അല്ലാഹ്. എന്ത് ബുദ്ധിമുട്ടാണെങ്കിലും എന്ത് പ്രയാസമാണെങ്കിലും ഈ സമയത്തിന്റെ ഹുർമത്ത് കൊണ്ട്, ഖുർആനിന്റെ ബറക്കത്ത് കൊണ്ട് എല്ലാ രോഗങ്ങളും നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്. ബിഹഖി സയ്യിദിനാ മുഹമ്മദി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹസ്ബുനല്ലാഹ് വനിഅമൽ വകീൽ, നിഅമൽ മൗലാ വനിഅമൽ നസീർ. ഹസ്ബുനല്ലാഹ് വനിഅമൽ വകീൽ.